നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. കുഴൂർ എരവത്തൂരിൽ അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. എരവത്തൂർ പശു ഫാമിൽ ജോലി നോക്കിയിരുന്ന അജിത് എന്നയാളാണ് ഷോക്കേറ്റ് മരിച്ചതായി കണ്ടെത്തിയത്. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ അക്ഷയെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ സിറ്റി പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. അനധികൃത മദ്യവിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, പൊതുസ്ഥലത്തെ മദ്യപാനം, അനുമതി വാങ്ങാതെയും ശബ്ദപരിധി ലംഘിച്ചുള്ള ഉച്ചഭാഷണ ഉപയോഗം എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കും. കുഴൂർ എരവത്തൂരിൽ അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. എരവത്തൂർ ജിജികുമാറിന്റെ പശുഫാമിൽ ജോലി നോക്കിയിരുന്ന അജിത് എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ രാവിലെ മരിച്ചതാണെന്ന സംശയത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മാള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റ് മരിച്ചതായി പ്രാഥമിക നിഗമനത്തിൽ എത്തിയത്. കുഴൂർ എരവത്തൂരിൽ പശുഫാം ജീവനക്കാരനെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ ഫോർച്യൂൺ ഗേറ്റ് ഓർഗാനിക് ഫാമിലെ ജീവനക്കാരനും ഒറീസ സ്വദേശിയുമായ അജിത് പന്നയാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 2:45 ഫാമിലെ താമസമുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്ന നിലയിൽ കണ്ട അജിത്തിനെ സഹപ്രവർത്തകർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഫാമിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 അതിഥി തൊഴിലാളികളോടൊപ്പം ചേർന്ന് ഫാമിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയുള്ള പാടത്തിലെ തോട്ടിൽ രാത്രിയിൽ മീൻ പിടിക്കുന്നതിനായി 11 kV വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കറന്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തോട്ടിൽ കമ്പിയിട്ട് മുള ഉപയോഗിച്ച് 11 kV വൈദ്യുതി ലൈനുമായി കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ അജിത്തിന് ഷോക്കേറ്റതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അപകടത്തിനു പിന്നാലെ ഭയന്ന സുഹൃത്തുക്കൾ അജിത്തിനെ ഫാം ഹൌസിന് സമീപമുള്ള റൂമിലേക്ക് മാറ്റിക്കിടത്തുകയും ഹൃദയാഘാതമാണെന്ന് പറഞ്ഞ് സംഭവം മറയ്ക്കാൻ ശ്രമിച്ചതായും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. നിലവിൽ സംഭവത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ ടൈം മാള. പൊയ്യ പൂപ്പത്തി ചക്ക സംസ്കരണ ഫാക്ടറിയിൽ ശമ്പള കുടിശ്ശികയ്ക്ക് പരിഹാരമായി. ഫാക്ടറിയിൽ താൽക്കാലിക ജീവനക്കാർക്ക് 2022 മാർച്ചിൽ നൽകേണ്ടിയിരുന്ന ശമ്പളമാണ് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ ഷാൻഡി ജോസഫ് കൃഷിവകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ശമ്പള കുടിശ്ശിക വിതരണം ചെയ്തത്. 2022 ഏപ്രിൽ ഫാക്ടറി അടച്ചുപൂട്ടുന്ന സമയത്ത് മാനേജർ ഉൾപ്പെടെ 9 താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മാർച്ച് 31 ഫാക്ടറി അടച്ചുപൂട്ടിയെന്ന് തൊഴിലാളികളെ കോർപ്പറേഷൻ അറിയിച്ചത്. ഫാക്ടറി അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നൽകാത്തത് സംബന്ധിച്ച് ആദ്യം കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ ഷാൻഡി ജോസഫ് പരാതി നൽകി. പിന്നീട് ജില്ലാ ലേബർ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി തൊഴിൽ വകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവായത്. മാനേജർക്ക് 20,000 രൂപയും മറ്റുള്ള 8 തൊഴിലാളികൾക്ക് 72,000 രൂപയുമാണ് നൽകിയത്. മീഡിയ ടൈം മാള. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ചേന്നേർക്കര ചെറുതുരുത്തിൽ പുത്തൻപുര വടക്കേതിൽ ജോബിൻ തോമസ് എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ചാലക്കുടി ടൗണിലായിരുന്നു സംഭവം. ചാലക്കുടിയിലെ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടുകാരെ കാത്തുനിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ സ്ഥലത്തെത്തിയ അക്ഷയ് ശല്യം ചെയ്യുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ട് തടയാൻ ശ്രമിച്ച ജോബിൻ തോമസിനെ അക്ഷയ് കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ജോബിന്റെ വയറിന്റെ ഇടതുവശത്താണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജോബിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്, ലാലു, GSI ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം ചാലക്കുടി.
15 വയസ്സുകാരിയെ പ്രണയം നടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 65 വർഷം കഠിന തടവും 1,35,000 രൂപ പിഴയും വിധിച്ചു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 10 വർഷത്തിലേറെ അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം. കൊടുങ്ങല്ലൂർ ആല കൊച്ചാറ വീട്ടിൽ 28 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനിത ശിക്ഷിച്ചത്. പിഴ ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് ഈ സംഖ്യ നൽകുവാനും ഉത്തരവിട്ടിട്ടുണ്ട്. 15 വയസ്സിൽ താഴെ പ്രായമായ അതിജീവിതയെ പ്രണയം നടിച്ച് നിരവധി തവണ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് കനത്ത ജാഗ്രതയിൽ തൃശൂർ പോലീസ്. അക്രമം, പിടിച്ചുപറി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം എന്നിവ തടയാൻ പ്രത്യേക പദ്ധതി. 700 പോലീസുകാരെ ജില്ലയിൽ അധികമായി വിന്യസിച്ചു. കുഴൂർ എരവത്തൂരിൽ അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. എരവത്തൂർ പശു ഫാമിൽ ജോലി നോക്കിയിരുന്ന അജിത് എന്നയാളാണ് ഷോക്കേറ്റ് മരിച്ചതായി കണ്ടെത്തിയത്. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ അക്ഷയെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.